ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈസിയായ രീതിയിൽ ഇംഗ്ലീഷിലെ വെരി ബേസിക് കോൺവെർസേഷണൽ സെന്റൻസുകളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിച്ചാൽ ഇനി മുതൽ ഇംഗ്ലീഷ് നിങ്ങൾക്കൊരു വിഷമമുള്ള കാര്യമേ ആയിരിക്കില്ല. തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ഇംഗ്ലീഷ് കയറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സെന്റൻസ്, എല്ലാവരും ആരെങ്കിലും കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഹലോ, ഹൗ ആർ യു? ഹലോ, സുഖമാണോ? ഇനി ഇതിൻ്റെ ഉത്തരം നമ്മൾ വളരെ നന്നായി മനസ്സിലാക്കണം. നമുക്ക് പറയാനൊരു ടെൻഡൻസി ഉണ്ടാവും, ഐ ആം ഫൈൻ അല്ലെങ്കിൽ ഐ ആം ഗുഡ് എന്ന് മാത്രം. അങ്ങനെയല്ല. ഐ ആം ഫൈൻ, താങ്ക് യു, ആൻഡ് ഹൗ അബൌട്ട് യു? ഇതായിരിക്കണം നമ്മുടെ മറുപടി. എനിക്ക് സുഖമാണ്, നന്ദി, നിങ്ങൾക്കോ? ഇംഗ്ലീഷ് ഒരു പൊളൈറ്റ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഐ ആം ഫൈൻ എന്നോ ഐ ആം ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തരുത്. താങ്ക് യു പറയണം. ശേഷം നമ്മളൊരു ചോദ്യം കൂടി അതിൽ ഉൾപ്പെടുത്തണം. നിങ്ങൾക്കും സുഖമാണോ? ഐ ആം ഫൈൻ ഓർ ഐ ആം ഗുഡ്, താങ്ക് യു ആൻഡ് ഹൗ അബൌട്ട് യു. ഈ ഒരു സെന്റൻസോട് കൂടി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് വേണ്ട വിധം നമ്മൾ മനസ്സിലാക്കിയാൽ ഇംഗ്ലീഷ് നമ്മൾ തുടങ്ങി. ഓക്കെ, അടുത്ത സെന്റൻസ്, നൈസ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ സന്തോഷം. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ സന്തോഷം. സന്തോഷം. അപ്പൊ നമ്മൾ മറുപടി പറയുന്നു, നൈസ് ടു മീറ്റ് യു ടു. ദാറ്റ് ലാസ്റ്റ് ടു 2 O ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? നിങ്ങളെ കണ്ടുമുട്ടിയതിൽ എനിക്കും സന്തോഷം. നൈസ് ടു മീറ്റ് യു ടു, എനിക്കും സന്തോഷം. അപ്പോൾ 2 വെരി ബേസിക് ഇംഗ്ലീഷ് സെന്റൻസസ് നമ്മൾ പഠിച്ചു. മൂന്നാമത്, വേർ ആർ യു ഫ്രം? ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലായിരിക്കണം. വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ്. നിങ്ങൾ എവിടെ നിന്നാണ്. പക്ഷേ വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിച്ചാലോ, ഇപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നാണ്. ഇത് രണ്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചാൽ നമ്മുടെ നേറ്റീവ് പ്ലേസ്, നമ്മൾ ഏത് നാട്ടുകാരനാണ് എന്നാണ് ചോദിക്കുന്നത്. വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിച്ചാൽ ഇപ്പോ, അറ്റ് ദ മൊമെന്റ്, റൈറ്റ് നൗ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് പറയാം. ഐ ആം കമ്മിങ് ഫ്രം ദ മാർക്കറ്റ് ഓർ ഐ ആം കമ്മിങ് ഫ്രം ദ കിച്ചൺ എന്നൊക്കെ അല്ലേ. അപ്പം വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ്. ഉത്തരം, ഐ ആം ഫ്രം, ഞാൻ വരുന്നത് നമ്മുടെ ഹോം ടൗൺ ഇവിടെ മെൻഷൻ ചെയ്യാണ്, കാലിക്കറ്റ്, കേരള. കാലിക്കറ്റിൽ നിന്ന് ആണ്, കേരളത്തിലെ കാലിക്കറ്റിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഐ ആം ഫ്രം കാലിക്കറ്റ്, കേരള. ഫസ്റ്റ് ഹോം ടൗൺ ഒന്ന് മെൻഷൻ ചെയ്യുക, അതിനുശേഷം നമ്മുടെ പ്രൊവിൻസ്, സ്റ്റേറ്റ് നമുക്കൊന്ന് പറയാം. അടുത്തത്, വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് നിങ്ങളുടെ ജോലി? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതായത് നിങ്ങളുടെ ജോലി, വർക്ക് എന്താണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ആം എ ടീച്ചർ. ഞാൻ ടീച്ചറാണ്. ഐ ആം എ, ഞാനൊരു
ടീച്ചറാണ്. നമുക്ക് ഏത് ജോലി വേണമെങ്കിലും ഐ ആം ചേർത്ത് പറയാം. ഐ ആം എ ഡ്രൈവർ, ഐ ആം എ കാർപ്പൻ്റർ, അങ്ങനെയൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് നമ്മൾ അങ്ങനെ എല്ലായിടത്തും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്, പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഹൗ ഓൾഡ് ആർ യു? നിങ്ങൾക്ക് എത്ര വയസ്സായി? നിങ്ങൾക്ക് എത്ര വയസ്സായി? ഹൗ ഓൾഡ് ആർ യു? അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ സാലറി? നിങ്ങളുടെ സാലറി എത്രയാണ്? ഈ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിലെ കോൺവെർസേഷനിൽ ചോദിക്കാറേ ഇല്ല. ഇത് ചോദിക്കുന്നത് അല്പം റൂഡായ ഒരു രീതിയിലാണ് കാണുക. അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നത് ഒഴിഞ്ഞു നിൽക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര വയസ്സായി. അപ്പം നമുക്ക് പറയാം, ഐ ആം ചേർത്ത് പറയാം. എനിക്ക് 29 years old. എനിക്ക് 29 വയസ്സായി. ഐ ആം 29 years old. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ യു ഡൂയിങ്? അപ്പോൾ ഇപ്പോ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ്. വേർ ആർ യു കമ്മിങ് ഫ്രം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അതുപോലെ വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ ചെയ്യുന്ന കാര്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ ചെയ്യുന്ന കാര്യം. അപ്പൊ നമുക്ക് ഉത്തരം പറയാം, ഐ ആം വർക്കിംഗ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താണോ ഇപ്പോ അറ്റ് ദ മൊമെന്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ പറയേണ്ടത്. വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ജോലി എന്നാണ്. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോയത്. വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ഡു യു ഡു. വാട്ട് ഡു യു ഡു മീൻസ് നിങ്ങൾക്ക് എന്താണ് ജോലി. വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? നിങ്ങൾ ഇപ്പോ എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് പോകുന്നത്? അതും ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നത്. വേർ ആർ യു ഗോയിങ്? ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. അർത്ഥം, ഞാനിപ്പോ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഇപ്പോഴത്തെ കാര്യമാണ്. അടുത്ത ചോദ്യം, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? നിങ്ങൾ എന്താണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതും ഇപ്പോഴത്തെ കാര്യമാണ്. ഇതെല്ലാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. അത് മറന്നു പോകരുത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നാണ്. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? ഐ ആം ലുക്കിംഗ് ഫോർ മൈ ഫോൺ. ഐ ആം ലുക്കിംഗ് ഫോർ മൈ ഫോൺ. ഞാൻ എൻ്റെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് വാട്ട് ഹാപ്പൻഡ്. വാട്ട് ഹാപ്പൻഡ് കോമൺ ആയിട്ട് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്തു പറ്റി? ഉത്തരം നത്തിങ് ഹാപ്പൻഡ്. നത്തിങ് ഒന്നുമില്ല. ഒന്നുമില്ല. ഹാപ്പൻഡ് സംഭവിച്ചില്ല എന്നാണ്. നത്തിങ് ഹാപ്പൻഡ് ഒന്നും സംഭവിച്ചില്ല, ഒന്നുമില്ല. ഓക്കെ, ദെൻ അടുത്തത് വാട്ട്സ് റോങ്. വാട്ട്സ് റോങ്, എന്തെങ്കിലും കുഴപ്പം? അതാണ് അർത്ഥം അവിടെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
വാട്ട്സ് റോങ്? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതാണ് ചോദ്യം. വാട്ട്സ് റോങ്? എന്തെങ്കിലും പ്രശ്നം? നത്തിങ് ഈസ് റോങ്. ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല. നെക്സ്റ്റ് വൺ, ആർ യു ബിസി? ആർ യു ബിസി? നിങ്ങൾ തിരക്കിലാണോ? ഉത്തരം യെസ്, ഐ ആം എ ലിറ്റിൽ ബിസി. യെസ്, ഐ ആം എ ലിറ്റിൽ ബിസി. എ ലിറ്റിൽ ബിസി മീൻസ് കുറച്ച്. എ ലിറ്റിൽ മീൻസ് കുറച്ച്, ബിസി തിരക്ക്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണ്. അടുത്തത്, ആർ യു ഫ്രീ നൗ? നിങ്ങളിപ്പോൾ ഫ്രീ ആണോ? ആർ യു ഫ്രീ നൗ? നിങ്ങൾ ഇപ്പോ ഫ്രീ ആണോ? യെസ്, ഐ ആം ഫ്രീ. അതെ, ഞാൻ ഫ്രീ ആണ്. അടുത്തത്, ഗിവ് മീ എ മിനിറ്റ്. ഗിവ് മീ എ മിനിറ്റ്. ഇതിൻ്റെ അർത്ഥം എനിക്കൊരു കുറച്ച് സമയം തരാമോ എന്നാണ്. ഗിവ് മീ എ മിനിറ്റ്, എനിക്ക് വേണ്ടി കുറച്ചൊന്ന് കാത്തിരിക്കാമോ, അല്ലെങ്കിൽ ഗിവ് മീ, എനിക്ക് കുറച്ച് സമയം തരാമോ. എനിക്ക് കുറച്ച് സമയം തരാമോ. ഗിവ് മീ എ മിനിറ്റ്, എനിക്ക് കുറച്ച് സമയം തരൂ. ഐ വിൽ ബി ബാക്ക് സൂൺ. ഐ വിൽ ബി ബാക്ക് സൂൺ, ഞാൻ വേഗം വരാം. ഞാൻ വേഗം തിരിച്ചു വരാം. See you later. See you later, പിന്നെ കാണാം. നെക്സ്റ്റ് വൺ, could you help me please? വളരെ പൊളൈറ്റായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. could you help me please? നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ? അടുത്തത്, can you do me a favor? Favor means ഉപകാരം. Can you do, നിങ്ങൾ ചെയ്യുമോ? Do me, എനിക്ക് വേണ്ടി, a favor, നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ? അടുത്ത സെന്റൻസ്, can you explain this? Can you explain, വിശദീകരിക്കുക അല്ലേ? നിങ്ങൾ ഇത് ഒന്ന് വിശദീകരിക്കാമോ? Can you explain this? Could you speak slowly? നിങ്ങൾ speak slowly, സാവകാശം സംസാരിക്കുക. നിങ്ങൾ സാവകാശം സംസാരിക്കാമോ? അടുത്തത്, I don't understand. എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്തത്, what does this mean? ഇതെല്ലാം ബേസിക് കോൺവെർസേഷണൽ സെന്റൻസുകളാണ്, നമുക്ക് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്നതാണ് കേട്ടോ. വാട്ട് ഡസ് ദിസ് മീൻ മീൻസ് ഇതെന്താണ് അർത്ഥമാക്കുന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്?
ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? അടുത്ത സെന്റൻസ്, ഹൗ ഡു യു സേ ദിസ് ഇൻ ഇംഗ്ലീഷ്? ഹൗ ഡു യു എങ്ങനെ ഹൗ ഡു യു സേ എങ്ങനെ പറയാം ദിസ് ഇത് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ഇത് എങ്ങനെയാണ് പറയുക? അടുത്ത സെന്റൻസ്, ക്യാൻ യു ഗീവ് മീ ആൻ എക്സാമ്പിൾ? ക്യാൻ യു ഗീവ് മീ നിങ്ങൾക്ക് തരാമോ ആൻ ഒരു എക്സാമ്പിൾ ഉദാഹരണം? നിങ്ങൾ എനിക്ക് ഒരു ഉദാഹരണം തരാമോ? അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ബേസിക് കോൺവെർസേഷൻ സെന്റൻസുകളാണ് നോക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇംഗ്ലീഷിലെ മനോഹരമായ ഉപകാരപ്രദമായ സെന്റൻസുകളെല്ലാം ഓരോരോ വീഡിയോകളായിട്ട് നോക്കാം. സോ നിങ്ങൾ ഈ ചാനൽ എന്നും സന്ദർശിക്കുക. കാരണം എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും എനിക്ക് വലിയ പ്രോത്സാഹനങ്ങളാണ് എന്ന് മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക. ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഇനി ഇംഗ്ലീഷ് തേടി നിങ്ങൾ എവിടെയും പോകണ്ട. എല്ലാ ദിവസവും ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you soon in the next video. Bye bye.